ഗൈസ്, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സിവിൽ സ്കോർ, അതുപോലെ സിവിൽ സ്കോർ എന്തുകൊണ്ടാണ് കുറയുന്നതും അത് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താണ് സിവിൽ സ്കോർ? സിവിൽ സ്കോർ എന്ന് പറയുന്നത് ഒരു 3 ഡിജിറ്റ് ന്യൂമറിക് നമ്പർ ആണ്. ഇത് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി വെച്ചിട്ട് നമുക്ക് ഒരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കി തരും. ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് ഈ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിവിൽ സ്കോർ വെച്ചിട്ടായിരിക്കും നമുക്ക് ലോൺസും ക്രെഡിറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റേഞ്ച് വരുന്നത്, അതായത് സിവിൽ സ്കോറിന്റെ റേഞ്ച് വരുന്നത് 300 മുതൽ 850 വരെയാണ്. നമുക്ക് ഇവിടെ കാണാം 300 എന്ന് പറയുന്നത് വെരി പൂർ ആണ്, അതായത് പൂർ കണ്ടീഷൻ ആണ്, നമുക്ക് ലോൺസ് ഒക്കെ കിട്ടാനുള്ള സാധ്യത കുറവാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. എന്നാൽ 800 മുതൽ 850 എന്ന് പറയുന്നത് എക്സലന്റ് ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് മെജോറിറ്റിയും നമുക്ക് നല്ലൊരു ലോൺ എമൗണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യത അതിൽ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തുകൊണ്ടാണ് സിവിൽ സ്കോർ കുറയുന്നത്, അതുപോലെ എങ്ങനെ അത് ഇംപ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവോയ്ഡ് ബീങ് എ ഗ്യാരണ്ടിയർ. അതായത് നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ നമുക്കറിയാം ഗ്യാരണ്ടിയർ ആയിട്ട് 1-2 പേരെ നമ്മൾ വെക്കേണ്ടി വരും. എന്നാൽ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ലോൺ എടുത്ത ആള് അടച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പേയ്മെന്റ് ഡിലേ ആവുകയോ ഡ്യൂ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ സിവിൽ സ്കോറിന് ഓൾറെഡി എന്തായാലും പ്രശ്നം വരും, നെഗറ്റീവ്ലി അത് എഫക്ട് ചെയ്യും. എന്നാൽ ഈ ഗ്യാരണ്ടിയർ ആയിട്ട് നിന്ന ആൾക്കാരുടെ സിവിൽ സ്കോറിനും അത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോണിന് ഗ്യാരണ്ടിയർ ആയിട്ട് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ലോൺ എടുക്കുന്ന വ്യക്തിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കണം. അതായത് അയാൾ കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുമോ, കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലേ വരാതെ പേയ്മെന്റ് ചെയ്യുമോ, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ഒരാളുടെ ലോണിന് ഗ്യാരണ്ടിയർ ആയിട്ട് നിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ സിവിൽ സ്കോറിനെ അത് നെഗറ്റീവ്ലി ബാധിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഡോണ്ട് ടേക്ക് മൾട്ടിപ്പിൾ ലോൺസ്. അതായത് ഒരുപാട് ലോൺസ് എടുക്കുന്നത് നിർത്തുക. അതായത് മൾട്ടിപ്പിൾ ബാങ്ക്സിൽ നിന്ന് മൾട്ടിപ്പിൾ ലോൺസ്, അല്ലെങ്കിൽ ഇപ്പോൾ EMI ഉള്ളതുകൊണ്ട് തന്നെ EMI പല പ്രൊഡക്ട്സ് എടുക്കുക. അങ്ങനെ പല പ്രൊഡക്ട്സ് എടുക്കുന്നതിലൂടെ നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ പല ലോൺസ് ആണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ലെൻഡർ, നമുക്ക് ലോൺ തരുന്ന ആൾക്കാർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലോൺസ് ഉണ്ട്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇൻസ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്, നമ്മൾ ഫിനാൻഷ്യലി ഓക്കെ അല്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സിവിൽ സ്കോർ എന്ത് ചെയ്യും, നെഗറ്റീവ്ലി സിവിൽ സ്കോറിനെ എഫക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, ഒരു സിംഗിൾ ലോൺ എടുക്കുക. ആ സിംഗിൾ ലോണിൽ എന്തൊക്കെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത് അതിന്റെ ഒക്കെ എമൗണ്ട് ഈ ഒരു സിംഗിൾ ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യണം, അതൊക്കെ പർച്ചേസ് ചെയ്യുക. എന്നാൽ നമുക്ക് എന്താണ്, ഒറ്റ ലോണേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഒരു ലോൺ ആയതുകൊണ്ട് തന്നെ നമ്മളെ സിവിൽ സ്കോറിന് വലിയതായിട്ട് ഒരു പ്രശ്നവും വരില്ല, നെഗറ്റീവ്ലി എഫക്ട് ചെയ്യില്ല. കുറച്ച് കഴിഞ്ഞാൽ അത് ഇംപ്രൂവ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ലോൺസ് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പേയ്മെന്റ്സ് ചെയ്യേണ്ടി വരും. അതായത് EMI കുറെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 4-5 EMI ഉണ്ടെങ്കിൽ 4-5 EMIക്ക് നമ്മൾ പേ ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം പേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡ്യൂ വരും. ഡ്യൂ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ്ലി നമ്മളെ സിവിൽ സ്കോറിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ലോൺസ് അവോയ്ഡ് ചെയ്തിട്ട് സിംഗിൾ ലോണിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, മൂന്നാമത്തെ കാര്യം, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് റേഷ്യോ ഉണ്ട്. ക്രെഡിറ്റ് കാർഡിന്റെ റേഷ്യോ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് ഒരു ലിമിറ്റ് ഉണ്ടാവും, ക്രെഡിറ്റ് ലിമിറ്റ്സ് ഉണ്ടാവും. ആ ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ 1 lakh ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അധിക പേര് എന്ത് ചെയ്യും, ഈ 1 lakh വരെ പർച്ചേസ് ചെയ്യും, കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് എടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ സ്കോറിനെ നെഗറ്റീവ്ലി അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണോ അതിന്റെ ഒരു 30% മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോർ എന്ത് ചെയ്യും, ഇംപ്രൂവ് ആകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്രെഡിറ്റ് ലിമിറ്റ് എന്ത് ചെയ്യണം, കൂട്ടണം. ഈ 1 lakh എന്ന് പറഞ്ഞ ക്രെഡിറ്റ് ലിമിറ്റ് നമ്മൾ 2 lakhലേക്ക് നമുക്ക് ആ ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് റേഷ്യോ എന്ത് ചെയ്യാം, ഒരു 30ൽ തന്നെ വെക്കാം. എക്സ്പെൻഡിച്ചർ കൂട്ടാൻ പാടില്ല. അതായത് നമ്മൾ ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം എക്സ്പെൻഡിച്ചർ കൂട്ടാതെ അത് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോർ എന്ത് ചെയ്യും, ഇംപ്രൂവ് ആകാൻ തുടങ്ങും. ഓക്കെ, നാലാമത്തെ കാര്യം ടൈംലി റീപേയ്മെന്റ് ആണ്. അതായത് നമ്മൾ ഒരു ലോൺസോ ക്രെഡിറ്റോ അല്ലെങ്കിൽ EMI എടുത്തു കഴിഞ്ഞാൽ അത് ടൈംലി ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ പേ ചെയ്തിട്ടില്ലെങ്കിൽ അതും നമ്മളെ ക്രെഡിറ്റ് സ്കോറിനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പേയ്മെന്റ്സും ലോൺ ആവട്ടെ എന്തോ ആവട്ടെ അതിന്റെ പേയ്മെന്റ്സ് ഒക്കെ ഡ്യൂ വരാത്ത രീതിയിൽ തന്നെ അടക്കാൻ നോക്കുക, ടൈം ഫ്രെയിമിൽ തന്നെ അടച്ചു തീർക്കാൻ നോക്കുക. അഞ്ചാമത്തെ കാര്യം, ലോങ് ടേം ആയിട്ടുള്ള ലോൺസ് എടുക്കുക. ചെറിയ ലോൺസ് എടുക്കുമ്പോൾ മന്ത്ലി പേയ്മെന്റ് ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എത്രത്തോളം പറ്റുമോ അത്രത്തോളം ലോങ് ടേം ലോൺസ് എടുത്തിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ മന്ത്ലി പേയ്മെന്റ് ചെറിയൊരു എമൗണ്ടേ വരും. സ്മോൾ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് വീഴ്ചയില്ലാതെ അടച്ചു തീർക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീഴ്ച ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, അതായത് അടവ് ഡ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ക്രെഡിറ്റ് സ്കോർ നെഗറ്റീവിൽ ബാധിക്കുകയും ചെയ്യില്ല, പക്ഷെ അത് ഇംപ്രൂവ് ആകാനും തുടങ്ങും. ഓക്കെ, ആറാമത്തെ കാര്യം, നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ റെഗുലർലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ നടന്നു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളെ സിവിൽ സ്കോറിനെ നെഗറ്റീവിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ആക്ടിവിറ്റീസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ല എന്ന് ഉറപ്പിക്കുക. ഏഴാമത്തെ കാര്യം, നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് എടുക്കാതിരിക്കുക. അതായത് ചില ആൾക്കാരുണ്ട് ഒരുപാട് ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുന്നത്, പല ബാങ്കിന്റെയും ക്രെഡിറ്റ് കാർഡ് എടുത്തോണ്ട്. എന്നാൽ നമ്മൾ പരമാവധി ഒറ്റ ക്രെഡിറ്റ് കാർഡിലേക്ക് സിംഗിൾ ആയിട്ട് മാറുക. കാരണം മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ
സിബിൽ സ്കോറിനെ അത് നെഗറ്റീവ്ലി ബാധിക്കുന്നതാണ്. കാരണം അവർ ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഒരുപാട് ക്രെഡിറ്റ് കാർഡ്സ് നമ്മളെ പേരിൽ ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ലെൻഡേഴ്സിന് മനസ്സിലാവും നമ്മൾ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മളുടെ സിബിൽ സ്കോറിനെ അത് നെഗറ്റീവ്ലി ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ ഒന്നോ രണ്ടോ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡിലേക്ക് മാറുക, അല്ലാണ്ട് മൾട്ടിപ്പിൾ ആയിട്ട് കുറെ ക്രെഡിറ്റ് കാർഡ് എടുക്കാതിരിക്കുക. ഓക്കെ, ഇതൊക്കെയാണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ സിബിൽ സ്കോർ കൂട്ടാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.